എന്റെ മോന്റെ ജീവിതം തുലച്ചിട്ട് അവിടെ ഇരുന്ന് ചിരിക്കണ ചിരി കണ്ടില്ലേ? ഇരുന്ന പട്ടിക്കൂടാണ്. അതിനെയും പറഞ്ഞു വിട്ടിട്ട് അവൾ അതിനകത്ത് കയറിയിരുന്നു. കളിയെ കാട്ടി ചേച്ചിയുടെ അമ്മയുടെ മോൻ. അയ്യോ വിഷമിച്ചു പോകും. 4 നേരം തീറ്റയിട്ടായിരുന്ന ഫാമിലിയാണെന്ന്. ഒന്നുമില്ലായിരുന്ന സ്ഥലത്ത് നിങ്ങാട് വന്ന് കയറിയിട്ട് അതിനും കൂടുതൽ തിന്ന് കഴിയുമ്പോ ഇതിൽ കൂടുതൽ എല്ലിന്റെ ഇടയിൽ കയറി. ഓർമ്മയുണ്ടായി മുഖം, ഓർമ്മ കാണില്ല. തലക്ക് മൂത്തുപോയി. അന്ന് എന്റെ മോൻ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് അവൻ എന്നോട് പറഞ്ഞ എന്താന്ന്, ഭൂമിയിൽ ഇത് ഒന്നേ ഉള്ള. അച്ഛൻ അവളെ ശ്രദ്ധിച്ച അമ്മടെ കട്ടാണെന്ന്. അമ്മടെ കട്ടല്ല, അമ്മടെ വട്ടാണ്. ചങ്ങല എടുക്കട്ടെ ഞാൻ, നല്ല ചങ്ങല മേടിച്ചിട്ട് കുറച്ച് പഴുന്തുണിയുടെ തണ്ണാക്കി തിരികെ കയറ്റട്ടെ ഞാൻ. നീ ഇളി ഇവിടെ ഇരുന്ന് ഇളിക്കണ നേരത്തിന് അവൻ വരുമ്പോ കുറച്ചു നേരം ഇളിക്കും. അവന്റെ മനസ്സൊന്നും മാറട്ടെ. വീടിന്റെ പേര് മെമ്മറി എന്നും പറഞ്ഞിട്ടത് അവന്റെ ഓർമ്മ കിട്ടാൻ വേണ്ടി. അവന്റെ ഓർമ്മക്കേടാണ്, ഓർമ്മ ഇല്ലാഞ്ഞിട്ടാണ്, ഓർമ്മ പോണ കൊണ്ടാണ്, എന്താണെന്നറിയില്ല. ഇപ്പോഴും അവൻ ഈ വീട്ടിലല്ല വന്ന് കയറണം. കാര്യം പറയുന്നേ. അയ്യോ അച്ഛാ, ചിരിക്കുന്നതിലൂടെ ആയുസ് വർദ്ധിക്കുന്നേ അമേരിക്കൻ ഐക്യനാടുകളിലെ ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ കണ്ടുപിടുത്തമാ. അത് മാത്രമല്ല, അവിടെയൊക്കെ ഇപ്പൊ വലിയ വലിയ ചിരി ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അവിടുത്തെ ആളുകളെല്ലാം ഈ ചിരി ക്ലബ്ബിൽ പോയി ചിരിച്ചിട്ടേ അവർക്കൊക്കെ ഇപ്പൊ ഭയങ്കര ആയുസാ. അയ്യോ അയ്യോ, ചിരിക്കുന്നത് കൊണ്ട് ആയുസ് മാത്രമല്ല ആരോഗ്യവും സൗന്ദര്യവും എല്ലാം ഉണ്ടാകും. പണ്ട് ഹൃതിക് റോഷന്റെ അച്ഛനെ പോലെ ഇരുന്നതാ. അയാള് ചിരിച്ച് ചിരിച്ച് ഇപ്പൊ ഇത്ര സുന്ദരനായത്. ഞാൻ പറയും കോന്തനായിരുന്നു. വെറുതെ അല്ല, നിന്റെ അച്ഛൻ ചത്തപ്പോ നാട്ടുകാരെല്ലാരും കൂടി ഇരുന്ന് 1.5 മണിക്കൂർ കൂടെ ഇരുന്ന് ചിരിച്ചത്. അത് പിന്നെ ചക്ക തല വീണ് ചത്ത ആരാ ചിരിക്കാത്തത്? ചക്കയല്ല ശരിക്കും വീഴേണ്ടത്. നിനക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ തലയിൽ ചക്കയല്ല വീഴേണ്ടത്, ഉൽക്ക വീഴും. ഉൽക്ക, അത് നല്ല ചീഞ്ഞ ഉൽക്ക. എന്റെ പണ്ടാര ചിരിയൊന്ന് നിർത്ത്. എന്റെ മകനൊരുത്തരുണ്ടായില്ല, അവൻ എവിടെ പോയെന്നല്ലോ അറിയോ? ഉരുളക്കിഴങ്ങ് മേടിക്കാൻ പോയിരിക്കുക. ആ കിഴങ്ങ് മേടിക്കാനേ കൊള്ളുള്ളൂ. അങ്ങനെ വളർത്തിയതാണ്. എന്താ അച്ഛാ? ഓ അച്ഛാന്നെങ്കിലും വിളിച്ചല്ല. എത്തിയാ കിഴങ്ങ് മേടിച്ച്? നീ സുമേ, നീ എന്തിനാണ് ഈ ചിരിക്കണത്? അയ്യോ എന്റെ ചേട്ടാ, ചിരിച്ച ആയുസും ആരോഗ്യ സൗന്ദര്യം എല്ലാം വർദ്ധിക്കും, അതുകൊണ്ട് ചിരിക്കുന്നതാ. എന്റെ ദൈവമേ, എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ദോഷം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങ് മാറി കിട്ടി. എന്ത് ദോഷം? സന്തോഷം. നിന്റെ മാത്രല്ല എന്റെയും പോയി. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാം. പയ്യ വലിക്കടി, മൂലക്കുരുവിന്റെ 3 ഓപ്പറേഷൻ കഴിഞ്ഞാ. ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇങ്ങോട്ട് വാ. അത് ഞാൻ ചുമ്മാ ഒന്നും പറഞ്ഞല്ല. ചിരിച്ച ആയുസും ആരോഗ്യ സൗന്ദര്യം എല്ലാം വർദ്ധിക്കും. ഉറപ്പാണോ? ആ ഉറപ്പ്. അല്ലെങ്കിലും പണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ചിരി വരുമായിരുന്നു. ചിരിച്ചൊക്കെ മതി, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. വിജയുടെ പടമൊക്കെ വിജയിക്കൂ. അതൊക്കെ വിജയിച്ചോളും, അച്ഛൻ അറിയണ്ട. അപ്പൊ കൊച്ചിനാരും കൊച്ചിനെ നോക്കാനല്ലേ അച്ഛൻ, അല്ല പിന്നെ അച്ഛനെ ഇതിന് കൊള്ളാം. ചിരിക്ക. അല്ല, ചിരിച്ചാൽ ആയുസോ ആരോഗ്യം ഒക്കെ വർദ്ധിക്കും എന്ന് പറഞ്ഞു അതിന്റെ. പിന്നെ അച്ഛൻ കൊച്ചിനൊന്ന് നോക്കിക്കൊള്ളണം. വരുമ്പോഴത്തേന് ഈ കിഴങ്ങും പുഴുങ്ങി വെക്കണം. ഞങ്ങൾക്കൊരു മരിപ്പുണ്ട്. ഇതിലും വലിയ മരിപ്പിഞ്ഞ് എവിടെയാ ഉള്ളത്? ആരാ മരിച്ചത്? എന്തായാലും അച്ഛനല്ല. നീ വാ, തിരിഞ്ഞു നോക്കിട്ട് പോടാ. ഒരിക്കൽ കൂടി കണ്ടേക്കട്ടെ ആ മുഖം. ഡാ, അവക്ക് തലക്ക് വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ല, നിനക്ക് ഓർമ്മയില്ല. വീട്ടിലേക്ക് വരാനുള്ള അടയാളം വെച്ചിട്ട് വേണം പോവാൻ. അവൾ എവിടെയെങ്കിലും കൂടെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ലേ? മരണമൊക്കെ കഴിഞ്ഞാടാ? മരണത്തിന് പോയതല്ല അച്ഛാ, ഞങ്ങള് സിനിമയ്ക്ക് പോയതാ. അതാ നീ ആ മരണത്തിനിട്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീ സന്തോഷിക്കാൻ വേണ്ടി പോയതാണെന്ന്. ഏതിനാടാ പോയത്? നമ്മുടെ വിജയുടെ പടം തെറി. വിജയുടെ തെറി കാണാനാണ് ഈ 10-450 രൂപ കൊണ്ട് കളഞ്ഞിട്ട് വന്നേക്കണത്. ഒരു 50 രൂപ എനിക്ക് വന്നിരുന്നെങ്കിൽ മുട്ടൻ തെറി ഞാനിവിടെ ഒന്ന് പറയില്ല. എന്നിട്ട് എന്റെ നിന്നെ കൊണ്ടുപോയ ഭദ്രകാളി, നിന്നെ കൊണ്ടുപോയ ഭദ്രകാളി എന്റെ നിന്റെ ഗൈഡ്. അയ്യോ,
അവളെ വിളിക്കാൻ മറന്നുപോയി. എടാ നീ എന്തിനാടാ പെണ്ണ് കെട്ടിയത്? നിന്നോട് കെട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞാണ് ഓർമ്മശക്തി ഇല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുതെന്ന്. എടാ എന്നും മനുഷ്യന് വേണ്ടത് ഓർമ്മയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നീ അവളെ കൊണ്ട് കളഞ്ഞിട്ട് വന്ന നാട്ടുകാർ എന്റെ മെക്കിട്ടല്ലേ കയറുള്ളൂ. എനിക്ക് അവരുടെ വീടുകാരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുവാടാ? ഞാൻ മറന്നുപോയത് അച്ഛൻ വിളിക്കാം. അതാടാ നിന്നോട് പറഞ്ഞത്. പോണ വഴിക്ക് നിനക്കാ വെളിവും വെള്ളിയാഴ്ച ഇല്ല. അങ്ങനെയുള്ള നീ അവളെ കൊണ്ട് പോകുമ്പോ നിനക്ക് അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ വേണടാ. അപ്പൊ അവളെ എവിടെ പോയി എന്ത് പോയെന്ന് എങ്ങനെ അറിയും? പണ്ട് നിന്റെ അമ്മനെ കൊണ്ട് ഞാൻ ഊട്ടിക്ക് പോയിട്ട് നീ അവിടെ കളഞ്ഞിട്ട് പോയെന്നാ നാട്ടുകാർ ഇപ്പോഴും പറയണത്. ആ ചീത്തപ്പേര് എന്റെ തലയിൽ നിൽക്കുമ്പോൾ നീ അവളെ കൊണ്ട് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞ് ഞാൻ മനഃപൂർവ്വം കളഞ്ഞിട്ട് കൊണ്ട് കളഞ്ഞൊന്നല്ലടാ. ഈ പോലീസുകാർ വന്ന് ഞാൻ എന്ത് പറയും? അവളെ വീട്ടുകാർ വന്ന് ഞാൻ പോലീസ് വരുമോ? പോലീസ് വരുമോ? ഇതിനൊക്കെ സമാധാനം നീ പറഞ്ഞേച്ചാ മതി. ഇവിടെ ഒരു അക്ഷരം വേണ്ടി പോരുന്നു. അവളെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഒന്ന് കഴിച്ചു പോടുന്നു. ഇതെന്താടി കീ കൊടുത്ത പാവേ? എന്നാടി ഞാനറിയാം. എന്റെ സുമ നിന്നെ വിളിക്കാൻ ഞാൻ മറന്നുപോയതാ. മനഃപൂർവ്വം ഞാൻ ഇത്രയും നേരം നോക്കി കയ്യിലാണ് 5 പൈസ ഇല്ല അറിയാമോ? ഞാൻ അവസാനം ഊട് വഴി ചാടി ചാടി നടന്ന് വരുമ്പോ ഒരു BMW കാറിന്റെ പുറകെ വന്ന് അവരെങ്ങാനും ആ BMW കാറിൽ എന്നെ പിടിച്ച് വലിച്ചിട്ട് കയറ്റിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? BMW ഇവളൊക്കെ അടുത്ത് വന്ന് നിർത്തിയിട്ട് ഇവളെ കയറ്റിക്കൊണ്ട് പോകണം. പൊന്നുമോളെ സ്വപ്നം കാണല്ലേ? 800 അല്ലെങ്കിൽ പഴയ TVS ഇല്ലടാ, തുണി. സുന്നയല്ല സണ്ണി. എന്താണെങ്കിലും അതിന്റെ അപ്പുറത്തേക്കൊന്നും വരില്ല. BMW പറഞ്ഞു വന്നേക്കട്ടെ. എടി മെമ്മറി വേണം, മെമ്മറി. അതുകൊണ്ടാണ് പറയണത്. അവനായില്ല, നിനക്കെങ്കിലും അത് വേണം. പോകാൻ നേരത്തെ ഞാൻ എന്താ പറഞ്ഞത്? മെമ്മറി വേണമെന്ന് പറഞ്ഞ എന്തോ ഒരു ആലോചന എനിക്ക് വന്നതാണ് ടീച്ചർ. ഞാൻ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ നീ ഇവിടെ വരുവായിരുന്ന. ഇനി നിന്നെ കൊണ്ടൊരു സ്ഥലത്തേക്ക് ഞാൻ പോകില്ല. നിങ്ങളുടെ കൂടെ ഞാനും വരത്തില്ല. കൊച്ചുണങ്ങണ്. ഉണങ്ങണല്ല, ഉറങ്ങണ്. നീ പോയാ കൊച്ചിന് പാല് കൊടുത്തേ. അത് ഉണരട്ടടാ, എന്നിട്ട് പാല് കൊടുത്താൽ മതി. കൊച്ചൊന്ന് ഉറങ്ങട്ടെ നടക്കണെന്ന്. ഞങ്ങള് പോയപ്പോ പോലെ കിടന്ന് ഉറങ്ങണല്ലോ കൊച്ച്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കൊച്ചു കരയട്ടെ, എന്നിട്ട് പാല് കൊടുത്തേച്ചാ മതി. എന്റെ ഈശ്വര, അപ്പൊ പോയപ്പം പോലെ ഉറങ്ങണ കൊച്ചിന് ഇതുവരെ പാലും വെള്ളവും ഒന്നും കൊടുത്തിട്ടില്ലേ? കൊച്ചവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന്. കൊച്ചന്റെ അവസാനം എണീക്കുമ്പോ കരയുമ്പോ നമുക്ക് കൊടുക്കാം. കരയണ കൊച്ചിനെ പാല് കൊടുക്കുള്ളൂ അച്ഛൻ എത്ര നിർബന്ധം എന്താ? എടാ അവിടെ കിടന്നൊന്ന് കരയട്ടാ. ഈ അച്ഛൻ എന്താ ഈ പറയണ? അപ്പൊ എത്ര നേരമായിട്ട് ആ കൊച്ചു വെള്ളം പോലും കുടിക്കാതെ കിടന്ന് ഉറങ്ങണമെന്ന് അറിയാവോ? കൊച്ചിന്റെ കരച്ചിലൊന്ന് കേക്കട്ടെ എന്ന്. കൊച്ചു കരഞ്ഞിട്ട് പാല് കൊടുക്കുള്ളൂ അച്ഛൻ ഇത്ര വാശി എന്താന്ന്? എടാ നിങ്ങ പോയപ്പോ ഞാൻ കൊച്ചിനെ എവിടെയോ കൊണ്ടുപോയി വെച്ച്. പിന്നെ എവിടെയാണെന്ന് എന്റെ മെമ്മറി പോയി. ഇനി അതൊന്ന് കരഞ്ഞാലല്ലേ അത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് കരയട്ടാ.